യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പേഴ്സണൽ റീഡിങ്ങിന്റെ ഈ നമ്പർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഉടനെ നിങ്ങളെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നു. അതിമനോഹരമായി നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ ഈ വ്യക്തി ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾക്ക് നേർക്ക് എടുത്തിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഒരു 2-3 പ്രാവശ്യമൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാവുന്നതാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് വർക്ക് ആവുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും അത് യാഥാർത്ഥ്യമാക്കി വരാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് ആകാം, സ്മൂത്ത് ഗോയിങ് ആകാം, ലെസ് കോണ്ടാക്ട് ആകാം, ബ്രേക്കപ്പ് ആകാം, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. 6 കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താ പറയുക, നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയാം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു? ഓക്കെ, അപ്പൊ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്? സോ ലെറ്റ്സ് വി ചെക്ക് ദ ഫസ്റ്റ് കാർഡ് ഓഫ് ദിസ് ടുഡേസ് എനർജി. ഈ സർക്കിൾ ഓഫ് ഇറ്റേണൽ ജോയ്, ടൈംലെസ് ഡാൻസ് ഓഫ് ലൈഫ് ആണ്. അപ്പോൾ വളരെയധികം ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു നറിഷ്മെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തി വിചാരിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് ഈ വ്യക്തിക്ക് ഒരു ഉണർവ് ലഭിച്ചതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പച്ചക്കൊടി കാണിക്കുക എന്ന് പറയില്ലേ. ഓക്കെ, ബ്ലോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നുമൊക്കെ മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് ഈ വ്യക്തി വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഇറ്റേണൽ ജോയ് ആണ്. അത് മനസ്സിലാണെങ്കിലും പുറമേ ആണെങ്കിലും, അതായത് ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിലാണെങ്കിലും പുറമെ മറ്റു വ്യക്തികളുടെ മുന്നിലാണെങ്കിലും ഈ വ്യക്തി സന്തോഷമാണ് എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റും, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷത്തിലാണ്, ഞാൻ ഓക്കെ ആണ്, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് പച്ചക്കൊടി കാണിച്ചു, അല്ലെങ്കിൽ അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വെരി ഹാപ്പി സിറ്റുവേഷൻ ആണ്. അത് ഒരു സ്ഥലത്ത് ഈ വ്യക്തി അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേ ബി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ്, അല്ലെങ്കിൽ കൊളീഗ്സ്, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഒരു ആഘോഷ സിറ്റുവേഷനിലായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും നമുക്കിവിടെ ഒട്ടും തന്നെ എന്താ പറയാ, ഒരു കുറച്ച് പോലും നമുക്കൊരു സന്തോഷമോ അല്ല വിഷമമോ നിരാശയോ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. കംപ്ലീറ്റ്ലി സന്തോഷം, എൻജോയ്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡാൻസ്ഡ് അക്കോർഡിംഗ് ടു ദ റിതം ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന്റെ താളങ്ങളിൽ അതിൽ അകപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ലയിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. അതാണ് ഈ പേഴ്സന്റെ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ. ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. അപ്പൊ ഈ വ്യക്തി കാത്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാങ്ഷൻ ആക്കി കിട്ടിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ കുറെ നാളായിട്ട് കാത്തിരുന്ന എന്തോ ഒരു കാര്യം ലഭിച്ചിട്ടുണ്ടാകണം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ വ്യക്തിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എന്താ പറയാ, ഈ വ്യക്തി നിങ്ങളോട് കാണിക്കാതെ പോയ, അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രകടിപ്പിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. യെസ്, വി ക്യാൻ സീ ദ ടെൻഡർനെസ് ആണ്, ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ അത്രക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. അതായത് നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അപ്പോൾ ഏതൊരു എനർജി അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വി ക്യാൻ
സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം കാണിക്കാൻ കഴിഞ്ഞില്ല എന്നും അതിനോടൊപ്പം തന്നെ നിങ്ങളെ അത്രക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മേ ബി ഈ പേഴ്സൺ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം. ഈ പേഴ്സന്റെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം. വളരെയധികം ഒരു ബിസി എനർജി കാണിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ അറിയില്ലായിരുന്നു ട്രൂ ലവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേ ബി ഉണ്ടായിട്ടുണ്ടാകണം. സോ അതുകൊണ്ട് തന്നെ വളരെ ബിസി ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. നിങ്ങളുടെ മാനസിക അവസ്ഥകൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പരാതികൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം, ഇതൊന്നും ഈ പേഴ്സൺ അറിയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല. അതറിയാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ നടന്ന് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഈ പേഴ്സന്റെ കൂടെ നടക്കുന്നത് നിങ്ങൾ നിർത്തി. അതായത് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും റണ്ണർ ആൻഡ് ചേസിങ് എനർജി ആയിരുന്നു. പക്ഷെ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഈ പേഴ്സണെ ചേസ് ചെയ്യുന്നതോ പുറകെ പോകുന്നതോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങി. പക്ഷെ ഇപ്പോൾ അന്ന് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തിരിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും തന്നെ 100 മടങ്ങായിട്ട് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രൂ ലവ് ആണ്, കമ്പാഷൻ ആണ്, എഫെക്ഷൻ ആണ്, റൊമാൻറ്റിക് ആണ്. ഓക്കെ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും സാധ്യമാക്കി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി അതിനോട് പശ്ചാത്തപിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അതൊന്നും തരാൻ കഴിയാഞ്ഞതിന്, ഓക്കെ, നിങ്ങൾ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയതിന്, അതിനൊക്കെ ഈ പേഴ്സൺ നല്ല രീതിക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ ഒരിക്കലും പിടികിട്ടാത്ത ഒരു സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ കൂടെ ഏറെ കാലം നടന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ പേഴ്സനെ എന്താ പറയുക, ഒരു പിടി കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ നിഗൂഢതയാണ്, ഒരു രഹസ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഹിഡൻ നോളേജ് ആൻഡ് സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കുറുക്കന്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഒരു തൻ്റെ ഇരയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് മറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സിംഹം, അല്ലെങ്കിൽ ഒരു പുലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്. കംപ്ലീറ്റ്ലി സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ വ്യക്തിക്കുള്ളത്. ഓക്കെ, ഹിഡൻ നോളജ് ആണ്. അത് നിശബ്ദമായിട്ട് ഇരുന്നു കൊണ്ട് ഈ വ്യക്തി ഓരോ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ കാര്യമായിട്ട് പഠിക്കുക, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. നിശബ്ദമായിട്ട് ഇരുന്നു കൊണ്ട് ഓരോ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ പഠിക്കാനും, അല്ലെങ്കിൽ സ്വന്തം തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മേ ബി മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അഡ്വൈസ് ഈ പേഴ്സൺ തേടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അത് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, നല്ലൊരു വ്യക്തിയുടെ ഒരു ലക്ഷണമാണ്. കാരണം അത് എല്ലാ കാര്യവും മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് എല്ലാവരെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ ആദ്യമൊക്കെ ചെയ്തു പോയത് തെറ്റുകളാണെങ്കിൽ പോലും ആ തെറ്റുകളെ തിരുത്താനും അത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് വരാനും ഒക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം, വളരെ പ്രധാനപ്പെട്ട ഉറച്ച തീരുമാനം ഈ വ്യക്തി എടുക്കുമോ? ലെറ്റ്സ് സീ വാട്ട് വിൽ ബി ദ എനർജി that we got today.
വിങ്സ് ലൈറ്റ് ആണ്, ബിക്കമിങ് സംതിങ് ന്യൂ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദിസ് പേഴ്സൺ ഇതൊരു നിഗൂഢമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ദിസ് പേഴ്സൺ ഈസ് കമ്മിങ് ടുവേർഡ്സ് ഇൻ ടു എ ലൈറ്റ്. ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കംപ്ലീറ്റ്ലി ബിക്കമിങ് സംതിങ് ന്യൂ ആണ്. പുതിയ എന്തൊക്കെയോ ഒരു നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു കണക്ഷനിൽ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, ഇത് തീർത്തും വ്യത്യസ്തമാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ന്യൂ ആണ്, പുതിയ കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വ്യക്തിയുടെ മാറ്റം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അത് തീർത്തും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമായിരിക്കും. അതിൽ യാതൊരു തരത്തിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ടെൻഷൻ വേണ്ട, പേടി വേണ്ട. ഓക്കെ, കാരണം ഇവിടെ സംതിങ് ന്യൂ ആണ്, പുതിയ കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ്സ് വിൽ ബി വെരി ഹാപ്പി ഫോർ യു. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുതരുന്ന ഒരു എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ സംതിങ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങളത് അവോയ്ഡ് ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാര രീതി, അത് ഏത് വഴിയിലൂടെയും ആകാട്ടോ, മേ ബി മെസ്സേജിലൂടെ ആകാം, ഇനി മെസ്സേജിലൂടെ തന്നെ ആകണം എന്നില്ല, നേരിട്ടാകാം, ഓക്കെ, ഫ്രണ്ട്സ് വഴിയാകാം, ഏതെങ്കിലും ഒരു വഴി ഈ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു, അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ കാണുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാതെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറരുത്, എന്നാൽ അൺവാണ്ടഡ് ആയിട്ട് അനാവശ്യമായിട്ട് ഈ വ്യക്തിയുടെ പുറകെ പോകാനും പാടില്ല. ഒരു മിതത്വത്തിൽ, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടവർ മൂവ്മെന്റ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ സം ക്രിസ്റ്റൽസ് ആൻഡ് ഒരു യോഗയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അൺപ്ലഗ് ആൻഡ് റിലാക്സ് ഫോർ എ സ്പെല്ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു സംതിങ് എന്തൊക്കെയോ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണും നിങ്ങളുടെ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വരുന്നുണ്ട്. അത് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു യോഗയുടെ ഒരു പൊസിഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റിലാക്സേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു യോഗ ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ ഓറ പവർഫുൾ ആക്കും. ഓക്കെ, നമ്മുടെ ഓറ, നമ്മളിലുള്ള നെഗറ്റിവിറ്റീസ് അതൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് തുടച്ചു നീക്കാൻ, കംപ്ലീറ്റ്ലി മുഴുവനായിട്ടല്ലെങ്കിൽ പോലും ഏറെക്കുറെ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സോള്, നമ്മുടെ ശരീരം, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് മാറ്റിമറിക്കാനായിട്ട് യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, റെയ്ക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ പേഴ്സൺ മേ ബി അത്തരം കാര്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് കാണിക്കുന്നു. അത് തീർത്തും ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അത് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളായിട്ട് ഒരുപക്ഷെ സംസാരിക്കുന്നില്ലായിരിക്കാം, സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് പണ്ടത്തെ പോലെ മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ
അങ്ങനത്തെ ഒരു രീതിയല്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും. അതൊരു പക്ഷെ നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിരിക്കാം ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ വീട്ടുകാരോടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എന്നും നിങ്ങൾ വഴക്കിടുകയും സംസാരിക്കുകയും ചെയ്യുന്ന പോലെ, എന്നും നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പോലെ സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, പുതിയ ഒരു എനർജിയാണ് കംപ്ലീറ്റ്ലി ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. അത് ഈ പേഴ്സന്റെ പെരുമാറ്റത്തിലും സംസാര രീതിയിലും നിങ്ങൾക്കത് എന്താ പറയുക, സെൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം? പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ചന്ദ്രന്റെ അവസാന പാദമാണ് ലഭിച്ചിട്ടുള്ളത്. സാജിറ്റേറിയസ് എനർജിയാണ്. മേ ബി നിങ്ങളുടെ സോഡിയാക് സൈൻ സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയത്, ഈ പേഴ്സണായിട്ട് കണ്ടുമുട്ടിയതോ, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് മേ ബി സാജിറ്റേറിയസ് ആ ഒരു സമയത്ത്, ആ ഒരു രാശി ഉദിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കാം. സംതിങ് സാജിറ്റേറിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, നല്ല രീതിയിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ നന്ദി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത്രയും കാത്തിരുന്നു, ഇത്രയും നാളായി, ഇനി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു മനം മടുത്തിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി പറയാനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാനാണ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു ഗുഡ് ന്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു പുതിയ ഒരു വാർത്ത, ഒരു സന്തോഷ വാർത്ത. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തേത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സാണെങ്കിലും നിങ്ങളുടെ ചിന്തകളാണെങ്കിലും മുഴുവനായിട്ട് ഒരു സന്തോഷമാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നുമില്ലെങ്കിലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സിനിമകളോ, അതായത് കോമഡി സിനിമകളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ ഒക്കെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ സമയം ചെലവഴിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അതാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സ് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ പോസിറ്റീവായിട്ട് വെക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് വേറെ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കോമഡി പടം വെച്ചിരുന്നെങ്കിലും കാണുക. മനസ്സ് സന്തോഷിപ്പിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അത് തമാശയിലൂടെ ആണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അതിന് താല്പര്യം അതിനോട് നിങ്ങൾ ചെയ്യാം. ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്, ലെറ്റർ വി, നമ്പർ 18th, അതായത് 18th അത് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എൻ, നമ്പർ 13th, ലെറ്റർ എം, എം കിട്ടിയിട്ടുണ്ട് ആൽഫബറ്റ്സ്. 111 ഏഞ്ചൽ നമ്പർ, 44 ഏഞ്ചൽ നമ്പർ, 222 30th 30-ാം തീയതി, 666 1010 ഏഞ്ചൽ നമ്പർ. ലെറ്റർ ഡി, നമ്പർ 10, നമ്പർ 2, നമ്പർ 14, ലെറ്റർ ഇ, 8. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റീസണേറ്റ് ആവുകയാണെങ്കിൽ, റീസണേറ്റ് ആയാലും ഇല്ലെങ്കിലും നിങ്ങളത് മനസ്സിൽ സങ്കല്പിക്കുക, എനിക്കിത് റീസണേറ്റ് ആണ്, ഇന്ന് റീഡിങ്ങിൽ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, സന്തോഷ വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ലഭിക്കട്ടെ. ആൻഡ് ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.